കൂട്ടുകാരെ, മണിതരും മണിത്താറാവുകൾ എന്ന നമ്മുടെ സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണിത്താറാവിനെ വെച്ച് എങ്ങനെയെല്ലാം നമുക്ക് വരുമാനമുണ്ടാക്കാം എന്നായിരുന്നല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ? മണിത്താറാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവ ഭയങ്കര വൃത്തിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. സാധാ നമ്മുടെ നാടൻ താറാവുകളെ പോലെ അല്ല. ഇവറ്റകൾക്ക് എപ്പോഴും കുളിക്കണം, എപ്പോഴും നനയ്ക്കണം, എപ്പോഴും മുഖം കഴുകണം. അങ്ങനെ ഭയങ്കര വൃത്തിയാണ് ഇവയ്ക്ക്. കുഞ്ഞുങ്ങൾ ഓടുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഞാൻ ക്യാമറ കൊണ്ട് വന്നപ്പോൾ അവറ്റകൾ പേടിച്ചോടുന്നതാണ്. ഇതുപോലെ എപ്പോഴും മുങ്ങി കുളിക്കുന്നത് കൊണ്ട് ഇതിന് ഭയങ്കര പ്രതിരോധശേഷിയാണ് കേട്ടോ. രോഗങ്ങളൊക്കെ തീരെ കുറവാണ്. അതുകൊണ്ട് മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവുമാണ്. നമ്മൾ സാധാരണ കോഴികൾക്ക് കൊടുക്കും പോലെ മരുന്നുകളും പാരസെറ്റമോളും കഫ് സിറപ്പും അങ്ങനെ നീണ്ട ഒരു മരുന്നിൻ്റെ ലിസ്റ്റ് തന്നെയുണ്ട്. ഇവയൊന്നും നമുക്ക് മണിത്താറാവുകൾക്ക് കൊടുക്കണ്ട കേട്ടോ. ഇവയ്ക്ക് പ്രത്യേകതരം ഒരു പ്രതിരോധശേഷിയും ആരോഗ്യവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതായിരിക്കണം ഇവറ്റകൾ പാറി പറന്ന് നടക്കുന്നത്. അങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവറ്റകളെ വളർത്തുന്നത് നമുക്ക് കോസ്റ്റ് വളരെ കുറവാണ് കേട്ടോ. മെയിൻ്റനൻസ് കോസ്റ്റ് ഇല്ലാതാകുമ്പോൾ തന്നെ നമുക്ക് പകുതി ലാഭം അവിടുന്ന് തന്നെ കിട്ടും കൂട്ടുകാരെ. ഇനിയുമുണ്ട് കൂട്ടുകാരെ പറയാൻ. നമുക്ക് അടുത്ത വീഡിയോയിൽ തുടരാം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.